ഹേ ഫ്രണ്ട്സ്, ഞാൻ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്താലും ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ കാണിച്ചതാണ്. സിമ്പിളാണ്, ജസ്റ്റ് നമുക്ക് പേപ്പറും ടേപ്പും ഉണ്ടെങ്കിൽ ഒക്കെ സെറ്റാക്കാൻ കഴിയും. ആദ്യം തന്നെ എൻ്റെ കവറാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ A4 ഷീറ്റ് എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. കണ്ടു, ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ പിക്ചർ വരച്ചു കൊടുക്കണം. പക്ഷേ എൻ്റെ പ്രിൻ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പിക്ചർ വരക്കലില്ല. അപ്പോൾ നിങ്ങൾ വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഈ ക്യാരക്ടറാണ് വേണ്ട അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അത് ട്രേസ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ വരച്ചെടുക്കാം. ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ മാതിരി അത് പിൻട്രസ്റ്റ് പോയിട്ടോ നിങ്ങളെവിടെ സെർച്ച് ചെയ്താൽ അവിടെ പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ക്യാരക്ടറിൻ്റെ നെയിമും അതിൻ്റെ ഒപ്പം ബ്ലൈൻഡ് ബാഗ് കവറും കൂടി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് പ്രിൻ്റ് എടുത്താൽ ഈ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ കവർ സെറ്റായി ഒരു ബാഗിൻ്റെ അതിൽ കിട്ടും. പിന്നെ നമ്മളുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ മെയിൻ സാധനമാണ് സ്ക്വിഷി. അപ്പോൾ സ്ക്വിഷിക്ക് ഞാൻ വരച്ചത് ഒന്നും കൂടി പോയിച്ചാക്കേണ്ട പിക്ചറാണ്. അത് കളർ ചെയ്തു. കളർ ചെയ്ത് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചാൽ കളറിങ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ കാണാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി. അതിനുശേഷം നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്ത പേപ്പറിലാണ് കേട്ടോ വേഷം എടുക്കേണ്ടത്. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് സൈഡും താഴെയും കവർ ചെയ്യാം. മേലെ കവർ ചെയ്തത് എന്ന് വെച്ചാൽ മേലെ കൂടെ നമുക്ക് കോട്ട ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല സൂക്ഷിച്ച് ഒട്ടിക്കണം. എന്ന് വെച്ചാൽ തെറ്റിയിട്ടൊന്നും കൂടി വലിച്ചാൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട്. ആരും ഈ ടൈപ്പ് കോട്ടനില്ല പറഞ്ഞിട്ട് സ്പോഞ്ച് വെക്കരുത് കേട്ടോ സ്ക്വിഷിൽ. എന്ന് വെച്ചാൽ സ്പോഞ്ചൊക്കെ വെച്ചാൽ ഇങ്ങനെ പ്രസ് ആവുള്ളൂ, പക്ഷേ ആ സ്ക്വിഷിൻ്റെ സൗണ്ടും ഫീലൊന്നും കിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞാൻ പറഞ്ഞു തരാണെങ്കിൽ പ്ലാസ്റ്റിക് കവേഴ്സാണ് ബെസ്റ്റ്. നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന ഒരു കവർ ഉണ്ടാവില്ലേ, അത്. കോട്ടൺ നന്നായിട്ട് സ്റ്റഫ് ചെയ്യണം, എന്നാലേ നല്ല സ്ക്വിഷി കിട്ടുള്ളൂ. സ്റ്റഫ് ചെയ്തിട്ട് വേണം നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ. ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ നല്ല സൗണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ സൗണ്ട്. കേട്ട് നോക്കും നിങ്ങൾ. അടുത്ത നമ്മുടെ ബ്ലൈൻഡ് ബാഗിൽ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് വെക്കാം. ഞാനിവിടെ വിചാരിച്ച 2 സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പോച്ചാക്കോൻ്റെ പിക്ചർ വരച്ചു, അത് കളർ ചെയ്തു. അത് കളർ ചെയ്യാൻ അത്രയൊന്നുമില്ല, ഞാൻ ഡ്രസ്സ് കളർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് പാർട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഒരു രസം കിട്ടും. അപ്പോൾ ഒരു സ്റ്റിക്കറിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കണ്ടില്ല, അങ്ങനെ വൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് കുറേ വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. ഒരു തിന്ന രൂപത്തിൽ കുറച്ച് വെച്ചാൽ മതി, ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ ഇങ്ങനെ ആക്കി. നമുക്ക് സ്റ്റിക്കറൊക്കെ ഉണ്ട്. ആദ്യം എൻ്റെ ഒരു വലിയ ടേപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് 2 ലെയർ മതിയായിരുന്നു. നിങ്ങളുടെ പിക്ചറിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ചെറിയ ടേപ്പ് ആണെങ്കിലും നിങ്ങൾ പിക്ചറിനനുസരിച്ചാണ് എടുക്കൽ. ആദ്യം ഞാൻ പോച്ചാക്കോൻ്റെ മേലെ ഒരു ലെയർ ടേപ്പ് ഇട്ടു. അതിനുശേഷം അതിൻ്റെ താഴെ കൂടെ ഇട്ടു. എന്നിട്ട് ആ പോച്ചാക്കോൻ്റെ ഇത് ഒന്നിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് പറിച്ചെടുത്തു. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ കിട്ടും. ബാക്കിലും കിട്ടും, ഫ്രണ്ടിലും കിട്ടും. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ അതാ അടിപൊളിയായ സ്റ്റിക്കർ കിട്ടും കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെയുണ്ട്. ഇത് മാത്രമേ ഞാൻ മറ്റേ സ്റ്റിക്കറും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഫാസ്റ്റാക്കിയ കാരണം എന്ന് വെച്ചാൽ മറ്റേ നിങ്ങളുണ്ടാക്കി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ മടുക്കണ്ട വിചാരിച്ച് ഇത് നല്ല ഫാസ്റ്റാക്കിയതാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ എവിടെയെങ്കിലും ഒട്ടിക്കണ്ടോ. ഇതിനാവശ്യമായിട്ട് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം, ബട്ടർ പേപ്പർ വേണം. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു പേപ്പർ എടുക്കുക, അതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഉണക്കാൻ പറ്റുക. നമ്മുടെ ബട്ടർ പേപ്പർ റെഡിയായി. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പറയത്തില്ലെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുന്ന ഷീറ്റ് വേണം. അതിൻ്റെ മേലെ പേപ്പർ എടുക്കുക, അതിൻ്റെ മേലെ നമ്മൾ ടേപ്പ് ഒട്ടിക്കുക. അത് റെഡിയായി. എന്നിട്ട് നമ്മൾ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചെടുത്ത സെറ്റായി. ഞാൻ ട്രിക്കാട്ടോ ചെയ്തത്. അതിനുശേഷം അതിന് വേണ്ടിയുള്ള പാക്കറ്റ് ഉണ്ടാക്കണ്ടേ. പാക്കറ്റ് ഉണ്ടാക്കാൻ നമ്മൾ കവർ ഇങ്ങനെ ഉണ്ടാക്കി അത് മതി ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒട്ടിക്കുക. മേലെ ഭാഗത്ത് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉള്ളൊക്കെ ഇട്ടിട്ട് അത് പൂട്ടി വെക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ ബ്ലൂ കളർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടി വെച്ചെടുത്തു. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ റെഡി. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി ഉണ്ടാക്കുക, ഒരു ബാഡ്ജ് ഉണ്ടാക്കാം. നമുക്ക് ബാഡ്ജ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കട്ടിയുള്ള എന്തെങ്കിലും വേണം. കാർഡ്ബോർഡ് അല്ലാത്ത വേണമെങ്കിൽ നല്ല കട്ടിയുള്ള ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്താൽ മതി. എന്നിട്ട് ഞാൻ പോച്ചാക്കോൻ്റെ പിക്ചർ വരച്ചെടുക്കുന്നുണ്ട്. ഈ പിക്ചറല്ല കേട്ടോ ഞാൻ മറ്റേലോടുത്ത മറ്റിൻ്റെ കണ്ണൊക്കെ വേറെയാണ്. അത് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അതെടുത്തത്. എന്തായാലും നമ്മൾ പോച്ചാക്കോൻ്റെ പിക്ചർ നല്ല വൈറ്റനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി വൈറ്റ്. സ്റ്റിക്കേഴ്സ് മാത്രമല്ല, ഇതിനും കൂടി ഞാൻ അങ്ങനെ വൈറ്റ് ആക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒക്കെ അങ്ങനെ വൈറ്റ് മാത്രം ആയതുകൊണ്ട് ബാഡ്ജിനൊന്നും ഞാൻ അങ്ങനെ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം. ഗ്ലൂ തേച്ച് കൊടുത്തത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. കട്ടിയുള്ള പേപ്പറിൻ്റെ മേലെ ശ്രദ്ധിക്കണം. കാർഡ്ബോർഡ് എടുക്കരുത്. കാർഡ്ബോർഡ് എടുത്താൽ പിന്നെ ഒരു സുഖം കിട്ടില്ല കാണാൻ. എന്ന് വെച്ചാൽ ഒരു ബ്രൗണിഷ് ഒക്കെ ഉണ്ടാവില്ല ബാക്ക് കൂടി കാണാൻ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് എന്നിട്ട് കളറുള്ള ഭാഗത്ത് ഒട്ടിച്ചു. അപ്പോൾ വൈറ്റ് ബാക്ക് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ പോച്ചാക്കകത്ത് നിന്ന് കട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് പോച്ചാക്കുവിനെ കട്ട് ചെയ്യാൻ.
കട്ട് ചെയ്യാൻ കുറച്ചൊക്കെ പാടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് തീർത്തു കിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അതും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇങ്ങനെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ബാഡ്ജാണ്. അപ്പോൾ ബാഡ്ജിൻ്റെ മേലെ എപ്പോഴും ഒരു പിന്നുണ്ടാവും. ഞാൻ അവിടെ സേഫ്റ്റി പിന്നെടുത്തു. അതിൻ്റെ ഇവിടെ ടേപ്പ് ഒട്ടിച്ചു. ക്ലിയർ ടേപ്പ് കൊണ്ട് ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടേപ്പ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു കണ്ടോ. എന്നിട്ട് നമുക്ക് പൂട്ടാനും കഴിയും. ഞാൻ പൂട്ടി കൊടുത്തു. അങ്ങനെ നമ്മൾ സിമ്പിളായ ബാഡ്ജ് റെഡിയായി. കഴിഞ്ഞില്ല, അതിനും കൂടി നമുക്കൊരു ബാക്കറ്റ് ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ അതിനും നോക്കി. അതിനെ കൊള്ളാൻ പറ്റുന്ന ഏതോ ഒരു മെഷർമെൻറ്റിലെടുത്തു. ഇതിൻ്റെ മെഷർമെൻറ്റൊന്നും നോക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും. ഒരു സുമാറിന് കട്ട് ചെയ്യില്ല പറയാം. എന്നിട്ട് ഞാൻ ഒക്കെ ഒന്ന് ഒട്ടിച്ച് ശരിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പോച്ചാക്കനോട്ട് എടുക്കുന്നുണ്ട്. പോച്ചാക്കനോട്ട് എടുക്കുമ്പോൾ എല്ലാ സൈഡും ശരിക്കാവണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സൈഡും ടേപ്പ് കൊണ്ടൊക്കെ ഒട്ടിക്കട്ടോ, നല്ല രസമുണ്ടാവും. അതുകൊണ്ടൊക്കെ ഒട്ടിച്ചാൽ പിന്നെ ഞാൻ അത് വെച്ചിട്ട് ഒട്ടിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് അതിട്ട് കൊടുക്കണം, അത് നിർബന്ധമാണ്. നമ്മൾ സാധനം ഇടുന്നതിൻ്റെ മുമ്പാണ് അത് ഇതാക്കേണ്ടത്. പക്ഷെ ഞാൻ ഇതിന് മാത്രം ഉള്ളിൽ ഇട്ടിട്ടും അറിയാതെ എഴുതി പോയി. അല്ലെങ്കിൽ നമ്മളുടെ സാധനത്തിൽ പ്രിൻ്റ് ആക്കും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും നിർബന്ധമായ സാധനമാണ് ഈ ഒരു സംഭവം. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ മാർക്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് ഒരു സിസേഴ്സിൻ്റെ ഒരു പീസും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പീസല്ല, ഒരു പിക്ചർ അവിടെ വെച്ചെടുത്തു. നമ്മുടെ ബ്ലൈൻഡ് ബാഗ് കവറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് ഈ സ്ക്വിഷ് നല്ല ഇഷ്ടമായിട്ടോ, നല്ല സ്ക്വിഷായിട്ടുണ്ടായിരുന്നു. കുറേ ബ്ലൈൻഡ് ബാഗിനൊക്കെ നമ്മൾ ബാക്ക് ഇങ്ങനെ എഴുതും. കോമൺ, റെയർ, ലെജൻഡറി, എപ്പിക് അങ്ങനെ കുറേ എഴുതും. പക്ഷേ എൻ്റെത് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബാക്കിലില്ലായിരുന്നു. അതിന് പകരം ചക്കുമൻ്റെ വേറെ പിക്ചർ അവിടെ കൊടുത്തിക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ വരക്കരുതുണ്ടോ, എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരച്ചില്ല. ഇപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഐ ഗോട്ട് എഴുതണം. ഐ ഗോട്ടിൽ ഏതാ നിങ്ങൾ വിചാരിച്ചാൽ അത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അവസാനം ഞാൻ ബ്ലൈൻഡ് ബാഗൊക്കെ പൂട്ടിയിരുന്നു. ഞാൻ ടേപ്പ് വെച്ചിട്ട് പൂട്ടിയിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് പൂട്ടാം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ട് ബ്ലൈൻഡ് ബാഗ്? ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തന്നൂടെ? അപ്പോൾ ഓക്കെ ബൈ, ഞാൻ നെക്സ്റ്റ് വീട്ടിൽ കാണാം.